ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ 50 ചോദ്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ആദ്യത്തെ 20 ചോദ്യങ്ങൾ ജനറൽ പേപ്പർ, ബാക്കി 30 ലിറ്റററി ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെൻറ്റൻസസ് ആർ ട്രൂ റിലേറ്റഡ് ടു മക്തി തങ്ങൾ? 4 ഓപ്ഷൻസ് ഉണ്ട്. കടോര കുടോരം ഇസ് ദ ബുക്ക് റിട്ടൺ ബൈ ഹിം. നബി നാണയം ബയോഗ്രഫി ഓഫ് മുഹമ്മദ് നബി. മുസ്ലിം ജ്ഞാനവും വിദ്യാഭ്യാസവും ഇസ് ഓൾസോ എ ബുക്ക് റിട്ടൺ ബൈ ഹിം. മുഹമ്മദീയ സൊസൈറ്റി ഫൗണ്ടഡ് ബൈ ഹിം. യെസ്, all are true. Okay. Next question. Identify the personality. Father of Indian coffee house, crusader of downtrodden, volunteer captain of ഗുരുവായൂർ സത്യാഗ്രഹ, എൻ്റെ ജീവിതകഥ. ഇത് AKG കുറിച്ചാണ് പറയുന്നത്. ക്രൂസൈഡ് ഓഫ് ഡൗൺ ട്രോഡൻ, പാവങ്ങളുടെ പടത്തലവൻ അല്ലേ? യെസ്, കുറച്ച് ഫാക്ട്സും കൂടെ ഒന്ന് പഠിക്കാം. അദ്ദേഹം നയിച്ച കുറച്ച് സമരങ്ങളുണ്ട്. അതിലൊന്നാണ് പട്ടിണി ജാഥ 1936 കണ്ണൂർ തൊട്ട് മദ്രാസ് വരെ. മലബാർ ജാഥ 1937 കോഴിക്കോട് തൊട്ട് തിരുവനന്തപുരം. കർഷക ജാഥ 1960 കാസർഗോഡ് തിരുവനന്തപുരം. 3 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. എന്തൊക്കെയായിരുന്നു? മണ്ണിനു വേണ്ടി, എൻ്റെ പൂർവ്വ സ്മരണകൾ, അതുപോലെ ഒരു ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫിയും കൂടെ ഉണ്ട്, ഇൻ ദ കേസ് ഓഫ് ദ പീപ്പിൾ. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യ ഷെയർസ് ലാൻഡ് ബോർഡേഴ്സ് വിത്ത് ഹൗ മെനി കൺട്രീസ്? ആൻസർ 7 ആണ്. ഏതൊക്കെയാ രാജ്യങ്ങളെന്ന് നോക്കാം. 1 പാകിസ്ഥാൻ, മുകളിൽ അഫ്ഗാനിസ്ഥാൻ, ദെൻ ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ. ഏറ്റവും കുറവ് അഫ്ഗാനിസ്ഥാനുമായിട്ടും ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? കര അതിർത്തി പങ്കിടുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ? ആൻസർ വൂളാർ ലേക്കാണ്. എങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകവും കൂടെ ഒന്ന് പഠിക്കാം. ശാസ്താംകോട്ടയാണ്. അറിയപ്പെടുന്നത് ക്യൂൻ ഓഫ് ലേക്സ് എന്നും. കൊല്ലം ഡിസ്ട്രിക്റ്റിലെ സോഴ്സ് ഓഫ് വാട്ടർ ഡ്രിങ്കിങ് വാട്ടർ ആണ് അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? കുറച്ച് പുസ്തകങ്ങളും അവയുടെ ഓതേഴ്സും ഉണ്ട്. ബുക്സ് കേരള, ഗോഡ്സ് ഓൺ കൺട്രി ആൻഡ് ഇറ ഓഫ് ഡാർക്ക്നെസ് ശശി തരൂരിൻ്റെ ആണ്. നർക്കോപോളിസ്, അതുപോലെ നെയിം ഓഫ് ദ വിമൻ ജി തയ്യൽ. ദ സർപ്പൻസ് റിവെഞ്ച്, ഹൗസ് ഓഫ് കാർഡ്സ് സുധാമൂർത്തിയുടെയാണ്. ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് ആരുടെയാണ്? കിരൺ ദേശായി. നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാൽ ഈ നർക്കോപോളിസ് ജി തയ്യലിൻ്റെ മാൻ ബുക്കർ പ്രൈസ് 2012 ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ ലഭിക്കുന്നത് കിരൺ ദേശായിയുടെ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന പുസ്തകത്തിനാണ്. പിന്നെ സുധാമൂർത്തിയുടെ ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് ആൻഡ് അതർ സ്റ്റോറീസ്. ഇത് CBSE 9th ക്ലാസ്സിൽ ഇത് പഠിക്കാനുണ്ടായിരുന്നൊരു ടെക്സ്റ്റാണ്. അടുത്ത ചോദ്യം. അറ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സെക്ഷൻ ഡിഡ് ദാദാബായ് നെഹ്റുജി declared self-government or Swaraj as the goal of the Congress? Answer Calcutta. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. കുറച്ച് ഫാക്ട്സും കൂടെ ഒന്ന് പഠിക്കാം. ഇൻ 1906 ദ സെഷൻ അറ്റ് കൽക്കത്ത വാസ് പ്രിസൈഡഡ് ബൈ ദാദാബായ് നെഹ്റുജി. ദാദാബായ് നെഹ്റുജി, ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, വാസ് respected by the moderates and extremists alike. At this session, resolution of the partition of Bengal, self-government, Swadeshi and national education were passed. Next question. Who is the current State Vigilance Commissioner of Kerala? Sir Manoj Abraham, IPS. Okay, is the current State Vigilance Commissioner. Who has been appointed as the first Indian member of Cambridge International Strategic Higher Education Advisory Council? Professor Upasana Mahanta from Assam. Okay. Who has inaugurated state first marine ambulance named Pratik Shah at Cochin Shipyard? Pinarayi Vijayan. Okay. Who is the new Minister of Foreign Affairs in Canada? Anita Anand. Being an Indian origin, the question is important. So she is sworn as the Canada's new foreign minister. Okay. With which amendment preview post was abolished? 26th Amendment Act 1971. ഈ സംഭവം എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? പ്രിവ്യൂ പേഴ്സ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ
നമ്മുടെ രാജ്യം കീഴടക്കി കുറേ രാജാക്കന്മാരൊക്കെ ഭരിച്ചിരുന്ന സമയത്ത് അവരെയൊക്കെ എന്ത് ചെയ്തു, അവർക്കൊക്കെ പെൻഷൻ കൊടുക്കുമായിരുന്നു. അത് നമ്മുടെ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് വന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്തു. അതേത് അമെൻമെൻ്റാണ്? 26th Amendment Act 1971 ആണെന്ന് ഓർത്തു വെക്കുക. ദ NEP 2020 proposes a new pedagogical and cultural structure. What is it? That is 5 plus 3 plus 3 plus 4. It replaces the tradition 10 plus 2 structure, and it included the foundational, preparatory and middle and secondary stages. NEP 2020 aims to integrate vocational education into the curriculum. At what stage it is integrated? Integration is proposed to begin. അത് ഏത് സ്കൂൾ ക്ലാസ്സിലാണ്? പ്രൈമറി ആണോ, മിഡിൽ ആണോ, സെക്കൻഡറി ആണോ, ഹയർ എഡ്യൂക്കേഷൻ ആണോ? ദാറ്റ് ഈസ് ഇൻ ദ മിഡിൽ ക്ലാസ്സസ് ആണ്. ഓക്കെ. നെക്സ്റ്റ്, ദ ഇൻഡയറക്റ്റ് എഫക്റ്റ് ഓഫ് എ മോഡൽ ഓഫ് ടീച്ചിങ് ഈസ് ഓൾസോ കോൾഡ് നർച്ചറൽ എഫക്റ്റ്. അപ്പോൾ ഡയറക്റ്റ് എഫക്റ്റ് ആണെങ്കിലോ ഇൻസ്ട്രക്ഷണൽ എഫക്റ്റ് അല്ലേ? ഓക്കെ. എ ടീച്ചർ പ്രൊവൈഡ്സ് സെവറൽ എക്സാമ്പിൾസ് ടു ടീച്ച് ദ പ്രിൻസിപ്പൾസ് ഓഫ് സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ. ആദ്യം എക്സാമ്പിൾസ് കൊടുക്കുന്നു, എന്നിട്ട് അതിലേക്ക് വരുന്നു അല്ലേ? Which maxim of teaching is being practiced by the teacher? That is particular to general. Okay. The language across curriculum approach focuses on. ഇത് നാലും ഇതിൻ്റെ ഉത്തരം തന്നെയാണ്. ഓൾ ദ എബവ് ആണ്. അതായത് ഇൻ്റഗ്രേഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് കണ്ടന്റ് ലേണിംഗ്, ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് ലേണേഴ്സ്, സ്റ്റിമുലേഷൻ ഓഫ് ലിംഗ്വിസ്റ്റിക് സ്കിൽ, അണ്ടർസ്റ്റാൻഡിംഗ് ടെക്നിക്കൽ ടേംസ് റിലേറ്റഡ് ടു സബ്ജക്റ്റ് specific context. Okay. Next question. Which of the following are correctly matched? 2024 കുറച്ച് അവാർഡും അവരുടെ വിന്നേഴ്സുമാണ് നമുക്ക് നോക്കാം. അശോകൻ ചരുവിൽ വയലാർ അവാർഡ്, അദ്ദേഹത്തിൻ്റെ നോവൽ കാട്ടൂർ കടവാണ്. MS മാധവൻ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് വിജയായിരുന്നു. അതുപോലെ K അരവിന്ദാക്ഷൻ ഓടക്കുഴൽ അവാർഡ്, അദ്ദേഹത്തിൻ്റെ നോവൽ ഗോപ എന്ന് പറയുന്ന നോവലിനാണ് അത് ഓടക്കുഴൽ പുരസ്കാരം കിട്ടുന്നത്. K അരവിന്ദാക്ഷൻ. MK സാനു കേരള ജ്യോതി പുരസ്കാരം നേടി 2024. ഓക്കെ. ഹു ഹാസ് ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ ടു എൻ്റർ ദ മെൻസ് ലോങ് ജംപ് ഫൈനൽ അറ്റ് ദ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഓൺ 16th July 2022? ദറ്റ് ഈസ് മുരളി ശ്രീശങ്കർ. ഓക്കെ. 2022 ചോദ്യമാണ്, പക്ഷേ അത് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നും വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലേക്ക് പോയൊരു മലയാളി എന്നുള്ള അർത്ഥത്തിൽ എടുത്തൊരു ചോദ്യമാണ്. ഓക്കെ. കുറച്ച് ഓതേഴ്സും അവരുടെ തൂലികാ നാമങ്ങളും ഒന്ന് പഠിച്ചാലോ? K ശ്രീകുമാർ, ആശാ മേനോൻ, കറക്റ്റായിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. അച്യുതൻ നമ്പൂതിരി, അക്കിത്തം. PV അയ്യപ്പൻ, കോവിലൻ. V മാധവൻ നായർ, മാലി. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് പഠിക്കാം. PC ഗോപാലൻ, നന്ദനാർ. MR നായർ, സഞ്ജയൻ. PC കുട്ടിക്കൃഷ്ണൻ, ഉറൂബ്. MK മേനോൻ, വിലാസിനി. എടശ്ശേരി ഗോവിന്ദൻ നായർ, എടശ്ശേരി. ഗോവിന്ദ പിഷാരടി, ചെറുകാട്. ജോർജ് വർഗീസ്, കാക്കനാട്. ഓക്കെ. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്സ് ഓഫ് ലേണിംഗ് മെറ്റീരിയൽസ് ആർ ഇൻ ദ ഫോം ഓഫ് റിയൽ ഒബ്ജക്റ്റ് ഓർ ഐഡിയൽസ് ദാറ്റ് മേക്ക് ദ കൺസെപ്റ്റ് വെരി ക്ലിയർ? ദാറ്റ് ഈസ് ടാസിറ്റൽ മെറ്റീരിയൽ എന്ന് പറയും കേട്ടോ. ഇപ്പോൾ നമ്മൾ ആപ്പിൾ, മാംഗോ ഈ പ്രോഡക്ട്സ് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഡമ്മി ഒക്കെ മോഡലെ കൊണ്ടുപോയി ആ ക്ലാസ്സിൽ അത് പ്രസൻറ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന രീതിയാണ്. ആ മെറ്റീരിയൽസിനെയാണ് ടാസിറ്റൽ. ഓക്കെ. സോളിഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ്. ഓക്കെ. ഹൗ മെനി ആക്ട്സ് ആർ ദെയർ ഇൻ ഷേക്സ്പിയേഴ്സ് പ്ലേ മാക്ബത്ത്? ആൻസർ 5. ഇറ്റ്സ് എ 5 act സ്ട്രക്ചർ. ഓക്കെ. മാച്ച് ദ ഫോളോയിങ് ക്യാരക്ടേഴ്സ് ഇൻ ആനിമൽ ഫാം. കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരുടെ നെയിംസ് കറക്റ്റായിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് പഠിക്കാം. ജോസഫ് സ്റ്റാൻലി ആണ് നെപ്പോളിയൻ ദ പിഗ് എന്നുള്ള ക്യാരക്ടർ നമ്മുടെ ആനിമൽ ഫാമിലി റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലിയോൺ ട്രോസ്കി സ്നോബൽ പിഗ് ആണ്. വർക്കിംഗ് ക്ലാസ് പീപ്പിളിനെ ആണെങ്കിൽ ബോക്സർ എന്ന് പറയുന്ന കാർട്ട് ഹോഴ്സാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അതുപോലെ ബോത്ത് കാറൽ മാർക്സ് ആൻഡ് വ്ളാഡിമർ ഓൾഡ് മേജർ പിഗ് ആണ്. സർ നിക്കോളസ് സെക്കൻഡ് ആണെങ്കിൽ മിസ്റ്റർ ജോൺസ് ആയിരുന്നു ഈ ക്യാരക്ടർ പ്ലേ ചെയ്ത് ആനിമൽ ഫാമിൽ. ഓക്കെ. ദ പോം വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ അപ്പിയേഴ്സ് ആസ് പോം ഇൻ ഡാഷ് ഇൻ ഗീതാഞ്ജലി. ദാറ്റ് ഈസ് 35th പോയമായിട്ടാണത് വരുന്നത്. കുറച്ച് ഫാക്ട്സ് നമുക്കൊന്ന് പഠിക്കാം.
രവീന്ദ്രനാഥ് ടാഗോർ ഗീതാഞ്ജലി പബ്ലിഷ് ചെയ്ത വർഷം 1910. അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു 1912. ആൻഡ് അദ്ദേഹത്തിന് നൊബൽ പ്രൈസ് കിട്ടുന്നത് 1913 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനായിട്ടൊരു ക്വസ്റ്റ്യൻ തരാം. ആദ്യമായിട്ടെങ്കിൽ ഗീതാഞ്ജലി ഏത് ഭാഷയിലാണ് അദ്ദേഹം എഴുതിയത്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ പോയം സജസ്റ്റ് അബൌട്ട് സൂപ്പർസ്റ്റീഷ്യൻ? ഇറ്റ് ഈസ് ഹാംഫുൾ ഇൻഫ്ലുവൻസ് ദാറ്റ് ക്യാൻ ഹിൻഡർ റാഷണൽ തിങ്കിങ്. ഓക്കെ, സൂപ്പർസ്റ്റീഷ്യൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് ഏത് പ്ലേ ആണെന്ന് കിട്ടിയോ? യെസ്, ഇറ്റ് ഈസ് നൈറ്റ് ഓഫ് ദ സ്കോർപിയോൺ. 1965 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. നസീം എസിക്കലിന് സാഹിത്യ അക്കാദമി കൾച്ചർ അവാർഡ് കിട്ടുന്ന വർഷം 1983. ആൻഡ് പത്മശ്രീ ഹയസ്റ്റ് സിവിലിയൻ ഓണർ കിട്ടുന്ന വർഷം 1988. ഓക്കെ, ഫോണറ്റിക്സിലെ കുറച്ച് ചോദ്യങ്ങൾ. വിച്ച് ഈസ് ദ ലാറ്ററൽ കൺസോണൻറ്റ്? തന്നിരിക്കുന്നത് ലാറ്ററൽ കൺസോണൻറ്റ് ഓപ്ഷൻ ബി ആണ്, ല തന്നെയാണ്. ഓക്കെ, നമ്മുടെ ടങ് ടച്ചിങ് ദ ആവിയോള റിഡ്ജ് അല്ലേ, നമ്മൾ ടോപ്പ് ഓഫ് ദി ഫ്രണ്ട് ടീത്ത് അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമ്മൾ ടച്ച് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സമയത്ത് എയർ നമ്മുടെ സൈഡ്സ് ടങ്ങിൻ്റെ സൈഡിലൂടെ റിലീസ് ചെയ്യുകയും ഇപ്പോൾ ലുക്ക് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ലാറ്ററൽ കൺസോണൻ്റ് ആണ് ല. ഓക്കെ, വിച്ച് ഈസ് ദ റൈറ്റ് ഓപ്ഷൻ? തന്നിരിക്കുന്നതിൽ എല്ലാം റൈറ്റ് ഓപ്ഷനാണ്. ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ, വിൻഡോ, ഷുഗർ, ടൈം. ഓക്കെ, അതൊന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. 2 ആണോ ശരി, ഒന്നാണോ ശരി എന്ന് കണ്ടുപിടിക്കാം. ഇംഗ്ലീഷ് ഈസ് വൈഡ്ലി യൂസ്ഡ് ലാംഗ്വേജ് ഫോർ സ്പോക്കൺ പർപ്പസ് ഇൻ ഓൾ ഓവർ ദ വേൾഡ്. ഓക്കെ, ശരിയാണ്. സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഹാസ് ബിക്കം മോർ ദാൻ എ ട്രെൻഡ് ഓർ എ ഫാഷൻ. യെസ്, ബോത്ത് ആർ ട്രൂ. നെക്സ്റ്റ്, പ് ഇൻ ദ വേർഡ് പെൻ ഈസ് ആൻ ഓറൽ ആൻഡ് അൺവോയിസ്ഡ് സൗണ്ട്. ഓക്കെ, ഐ ആം one of the organs of speech. I am located between the roof of the mouth and upper teeth. My surface is rough and is covered with little ridge. You can feel my shape with your tongue. അത് ആൽവിയോള റിഡ്ജ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ ആ മോണ ഭാഗമൊക്കെ ഇല്ലേ, പല്ലിൻ്റെയും ആ ചുണ്ടിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു മാംസപേശി ആൽവിയോള റിഡ്ജിനെയാണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞത്. 2 സൈഡിലും അതുണ്ട്. ഓക്കെ, യെസ്. Then, who founded the psychoanalytic theory? Answer, Freud ആണ്. ഓക്കെ, സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് മൈൻഡ് അല്ലെങ്കിൽ സൈക്കോ അനലിറ്റിക് തിയറിയിലാണ് ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോയിനെ കുറിച്ചൊക്കെ പറഞ്ഞത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കീ കൺസെപ്റ്റ് ഓഫ് ഡെറിഡാസ് ഡീകൺസ്ട്രക്ഷൻ തിയറി? ദറ്റ് ഈസ് ദ ഐഡിയ ഓഫ് ബൈനറി ഒപ്പോസിഷൻ ആൻഡ് ദെയർ ഡീകൺസ്ട്രക്ഷൻ. ഓക്കെ, ജാക്കസ് ഡെറിഡ. പോസ്റ്റ് മോഡേൺ ക്രിറ്റിസിസം, literary criticism often challenges the idea of all of the above: individual agency and free will, the existence of objective reality, and the power of language to shape thoughts. Which of the following is not a characteristic of modern poetry? That is, emphasizes on traditional rhyme and meter. Postmodern literature often employs the techniques like parody, പാസ്റ്റേജ് ആൻഡ് സെൽഫ് റിഫറൻഷ്യാലിറ്റി. ഓക്കെ, പാസ്റ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇമിറ്റേഷനാണ്. ഓക്കെ, ആൻഡ് സെൽഫ് റെഫറൻഷ്യാലിറ്റി സ്വന്തമായിട്ട് റെഫറൻസ് ആയിട്ട് അത് തന്നെ റെഫറൻസ് ആയിട്ട് മാറുന്നു. റെഫറൻസ്, ഇറ്റ് ബിക്കം റെഫറൻസ് ഇറ്റ് സെൽഫ്. ഓക്കെ, നെക്സ്റ്റ്. വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ മോഡേണിസ്റ്റ് ടെക്നിക്സ് ഓഫ് യൂസിങ് interior monologue and fragmental narration? That is stream of consciousness. ഓക്കെ, ഈ ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്നുള്ള ടേം കോയിൻ ചെയ്തത് വില്യം ജെയിംസ് ആണ് ഇൻ ഹിസ് ബുക്ക് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി ഇൻ ദി ഇയർ 1890. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് റിലേറ്റഡ് ടു ദ പ്ലേ ദ സ്കൂൾ ഫോർ സ്കാൻഡൽസ്? ഇത് it was authored by Richard Brinsley Sheridan. Okay, genre is comedy of manners. The setting is London and it was published in 1777. Yes, all are true. ഓക്കെ, അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക. സ്കൂൾ ഫോർ സ്കാൻഡൽസ് അത് എഴുതിയത് റിച്ചാർഡ് ബ്രിൻസ്ലി ഷെയ്ഡൻ ആണ്. ഓക്കെ, യെസ്. വൺ ഓഫ് ദി ഫോളോയിങ് പോയറ്റ് വാസ് നിക് നെയിംഡ് ലേഡി ഓഫ് ദ ക്രൈസ്റ്റ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ലേഡി ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് അണ്ടർ ഗ്രാജുവേറ്റ്സ്, അതായത് അദ്ദേഹം ക്രൈസ്റ്റ് കോളേജിലാണ് പഠിച്ചത്, കാംബ്രിഡ്ജിൽ. അങ്ങനെ അദ്ദേഹത്തിന് വന്ന ഒരു വിളിപ്പേരാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാം ബ്യൂട്ടിയൊക്കെ കണ്ടപ്പോൾ
അദ്ദേഹത്തിൻ്റെ എന്താണ് ജൂനിയേഴ്സ് അദ്ദേഹത്തിനെ വിളിക്കുകയുണ്ടായി. അത് മറ്റാരുമല്ല, മിൽട്ടൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റെഗുലർ വേ ഇൻ വിച്ച് വേർഡ്സ് ആർ യൂസ്ഡ് ടുഗദർ ഈസ് കോൾഡ് കൊളോക്കേഷൻ. ഓക്കെ, ഈ കൊളോക്കേഷൻ എന്ന് പറയുന്ന എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ചില വാക്കുകൾ റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്ത് അതുമായിട്ട് ഒരു എന്താണ് പെയർ ആയി മാറി അല്ലേ. ഹെവി റെയിൻ, സ്ട്രോങ് കോഫി, മേക്ക് എ ഡിസിഷൻ. ഓക്കെ, ഇതിൽ പിജിങ്ങും എന്താണ് ക്രിയോളും ഉണ്ട്. അതും കൂടെ നമുക്കൊന്ന് പഠിക്കാം. ഈ പിജിങ് എന്ന് പറയുന്നത് ഒരു കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. ഇറ്റ്സ് എ നോൺ നേറ്റീവ് സ്പീക്കർ. അതായത് ചില വാക്കുകൾ ഇപ്പോൾ ഫോറിൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ജപ്പാനിലൊക്കെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ചില വാക്കുകളായി അവിടെ മാറുന്നു. പക്ഷെ അത് നേറ്റീവ് സ്പീക്കർ അതിനെ എന്ത് ചെയ്തിട്ടില്ല, അഡോപ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ അതൊരു ബിസിനസ് ടേമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ പിജിങ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. മിക്സിംഗ് ഓഫ് ലാംഗ്വേജ് ആണ്, റെഡ്യൂസസ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി. എന്നാൽ എന്താണ് ക്രിയോൾ എന്ന് പറയുന്നത് അതിന് നേറ്റീവ് സ്പീക്കറുണ്ട്, ദെൻ മിക്സ്ഡ് ലാംഗ്വേജ് അസോസിയേറ്റഡ് വിത്ത് ദ കൾച്ചറൽ ആൻഡ് ഓഫൺ റേഷ്യൽ മിക്സ്ചർ, ഹാവ് പാരൻസ് ഹൂ യൂസ് പിജിങ്. ഓക്കെ, നെക്സ്റ്റ്. ദ ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി ഈസ് ആൻസർ വില്യം വൂണ്ട്. ഓക്കെ, ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജിസ്റ്റ് ഈസ് വില്യം വൂണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ കോൾഡ് ഷേക്സ്പിയർ ആൻ അപ്സ്റ്റാർട്ട് ക്രോ ഇൻ ഹിസ് ബുക്ക് ടൈറ്റിൽഡ് എ ഗ്രോട്ട്സ് വർത്ത് ഓഫ് വിറ്റ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പാംഫ്ലെറ്റ് ആണ് ശരിക്കും അല്ലേ. അത് റോബർട്ട് ഗ്രീൻ ആണ് എന്ന് ഓർത്ത് വെക്കുക. ഈ അപ്സ്റ്റാർട്ട് ക്രോ ഷേക്സ്പിയറിനെ പറഞ്ഞത് അപ്സ്റ്റാർട്ട് മീൻസ് ഇൻ ദ സെൻസ് ദാറ്റ് ഹീ ഈസ് നോട്ട് ഹാവിങ് എ വാട്ട് വി ക്യാൻ സേ, അദ്ദേഹത്തിന് ഒരു പാരമ്പര്യമില്ല അല്ലേ. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പൂർവികരോ അങ്ങനെ ഒന്നും എഴുതി വന്ന ഒരു ഇതില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അപ്സ്റ്റാർട്ട് എന്ന്. ക്രോ മീൻസ് സ്റ്റീലിംഗ് അല്ലേ. എന്ത് ചെയ്യുന്നു, മറ്റാൾക്കാരുടെ കൃതികളൊക്കെ മോഷ്ടിച്ചു എന്നുള്ള രീതിയിലാണ് റോബർട്ട് ഗ്രീൻ അദ്ദേഹത്തിനെ അപ്സ്റ്റാർട്ട് ക്രോ എന്ന സംബോധന ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ അല്ലേ. ഗ്രോട്ട് വർത്ത് ഓഫ് വിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഗിവൺ സെൻറ്റൻസസ് ആർ കറക്റ്റ്? ഇവിടെ തന്നിരിക്കുന്ന 5 സെൻറ്റൻസും ശരിയായിട്ടുള്ളതാണ്. നമുക്കൊന്ന് വായിക്കാം. മൈ ലാസ്റ്റ് ഡച്ചസുമായി ബന്ധപ്പെട്ട ചില ക്യാരക്ടേഴ്സ്, ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലേ. അതിലെ ആർട്ടിസ്റ്റ് എന്താണ് പാൻഡോഫ് ഈസ് എ ഫിക്ഷണൽ ക്യാരക്ടർ, അത് ട്രൂ ആണ്. അതുപോലെ അതിലെ ടോൺ എന്ന് പറയുന്നത് സർഡോണിക് ആണ്. ഈ സർഡോണിക് എന്ന് പറഞ്ഞാൽ ഐറണി അല്ലെങ്കിൽ എന്താണ് നമ്മൾ കളിയാക്കുന്ന രീതിയിലുള്ളതാണ്. ഓക്കെ, ദെൻ ക്ലോസ് ഇൻസ്ബ്രൂക്ക് ആണ് അതിലെ സ്കൾപ്റ്റർ. അതുപോലെ ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് റിനൈസൻസ് ഇറ്റലിയാണ്. അതിനകത്തുള്ള റൈമിംഗ് സ്കീംസ് ആൻഡ് ലൈൻസും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. 28 റൈംഡ് കപ്ലെറ്റ്സ് ആണ്, 56 ലൈൻസ് ആണ് ഇതിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ആണ് മൈ ലാസ്റ്റ് ഡച്ചസ്. ഓക്കെ, ദെൻ റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റ് സെർവ്സ് ആസ്, അത് ഇൻട്രൻസിക് ആണോ? ഇൻട്രൻസിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ റിവാർഡ്സ് പണിഷ്മെൻറ്റ് ഇപ്പോൾ ടീച്ചേഴ്സും നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ പിയർ ഗ്രൂപ്പൊക്കെ തരുന്നതാണെങ്കിൽ എക്സ്ട്രൻസിക് മോട്ടിവേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫോർ എക്സാമ്പിൾ ഇത് മുന്നോട്ട് വെച്ചതാരായിരുന്നു? നമ്മുടെ BF സ്കിന്നറാണ്. ഓക്കെ, നെക്സ്റ്റ്. മാച്ച് ദ ഫോളോയിങ് കൺസെപ്റ്റ്. നമുക്ക് ഓപ്പറാൻഡ കണ്ടീഷനിങ് തൊട്ട് മുന്നേ പറഞ്ഞു പോയി BF സ്കിന്നറിൻ്റെ. ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇവാൻ പാവ്ലോ, ലോ ഓഫ് റെഡിനെസ് തോണ്ടേക്കാണ്, കണ്ടീജിയസ് കണ്ടീഷൻ എഡ്വിൻ ഗോഥെ ആൻഡ് റിയാക്ഷൻ പൊട്ടൻഷ്യൽ ക്ലാർക്കിൻ്റെ ആണ്. ഓക്കെ, ഇതൊന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ്. അണ്ടർ വാട്ട് സ്യൂഡോണിം ഡിഡ് A.G. Gardner published his essay? അത് ആൽഫ ഓഫ് ദി പ്ലൗ. ഓക്കെ, A.G. ഗാർഡനറിൻ്റെ പെൻ നെയിം ആയിരുന്നു ആൽഫ ഓഫ് ദി പ്ലൗ. കുറച്ച് നമുക്ക് പെൻ നെയിംസും ഓതേഴ്സും നമുക്ക് നോക്കാം. J.K. റൗളിംഗ് അല്ലേ, ആദ്യം കൊടുത്തിരിക്കുന്ന പിക്ചർ ജോൺ കാത്തലീൻ റൗളിംഗ്. അതുപോലെ ജോർജ് ഏലിയറ്റ് എന്ന് പറയുന്ന മേരി ആൻ ഇവാൻസ് ആയിരുന്നു. മാർക്ക് ടെയിൻ സാമുവൽ ക്ലെമൻസ് ആണ്. ഓക്കെ, ഈ ലേഡീസ് കൂടുതലും ഒരു മെയിൽ പേര് ഉപയോഗിച്ചിരുന്നത് അന്നത്തെ ആ കാലഘട്ടത്തിൽ ഒരു പ്രശ്നം വരാതിരിക്കാനും അല്ലെ അങ്ങനെ അവർക്ക് എന്താണ് ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയൊക്കെ അവർ ഉപയോഗിച്ച ചില മാർഗങ്ങളായിരുന്നു. ഓക്കെ, യാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സബ് ടൈറ്റിൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏർണസ്റ്റ്. അതിൻ്റെ സബ് ടൈറ്റിൽ എ ട്രിവിയൽ കോമഡി ഫോർ സീരിയസ് പ്ലേ. നെക്സ്റ്റ്. വിച്ച് ഇയർ അരുന്ധതി റോയ്
won ആണ്, want അല്ല, WON, won the Booker Prize for her God of Small Things. 1997 ആണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന് അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് ലഭിക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെൻറ്റൻസസ് ആർ ട്രൂ? ഈ തന്നിരിക്കുന്നതിൽ എല്ലാം ശരിയാണ്. നമുക്കതൊന്ന് വായിക്കാം. ദർ ആർ 3 സ്പീക്കേഴ്സ് ഇൻ ഹോം ബറിയൽ. യെസ്, ഹോം ബറിയൽ ടേക്ക് പ്ലേസസ് ഇൻ ന്യൂ ഇംഗ്ലണ്ട്. ഓക്കെ, സെറ്റിംഗ് ന്യൂ ഇംഗ്ലണ്ട് ആണ്. അതിലുപയോഗിച്ചിരിക്കുന്നത് ഡ്രമാറ്റിക് നറേറ്റീവ് ഇൻ ബ്ലാങ്ക് വേഴ്സസ് ആൻഡ് ദർ ആർ 120 ലൈൻസ് ഇൻ ദിസ് പോയം. ഓക്കെ, നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ, ആരാണ് ഹോം ബറിയൽ എഴുതിയത്? ഓക്കെ, നെക്സ്റ്റ്, ഹെസിറ്റേഷൻ വൈൽ സ്പീക്കിംഗ് ഫീൽഡ് ബൈ ഇതൊക്കെ എന്ന് പറയുന്ന ഫില്ലർ വേർഡ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഓക്കെ നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കത്തില്ല, അടുത്ത് എന്ത് പറയണം, അപ്പോൾ അതിന് എന്ന് പറയുന്നത് ഫില്ലർ വേർഡ്സ് എന്നാണ് പറയുന്നത്. സോറി. അടുത്ത ക്വസ്റ്റ്യൻ, ആസ് എ റിയാക്ഷൻ അഗൻസ്റ്റ് ദ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് വിച്ച് മെത്തേഡ് കെയിം ഇൻ ടു? അപ്പോൾ ഈ ആൻറ്റി ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്നൊക്കെ പറയുന്നത് എന്ത് തന്നെയാണ്? ഡയറക്റ്റ് മെത്തേഡാണ്. ഓക്കെ, ഇതിന് മറ്റു പേര് നാച്ചുറൽ മെത്തേഡ് എന്നും ഇത് അറിയപ്പെടുന്നു. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ആക്സിലറേറ്റിംഗ് ലേണിംഗ്? ദാറ്റ് ഈസ് ജോർജി ലൊസാനോസ് ആണ് ഫാദർ ഓഫ് ആക്സിലറേറ്റിംഗ് ലേൺ. ഇതിൽ നമുക്ക് വേറൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സജസ്റ്റോപീഡിയ എന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ, അതായത് ലേണിങ്ങിന് കുറച്ചും കൂടെ റിലാക്സിങ് ആയിട്ട് മ്യൂസിക്കൊക്കെ ബാക്ക്ഗ്രൗണ്ടിലിട്ട്, യെസ്, അത് തന്നെയാണ് ഈ ആക്സിലറേറ്റിംഗ് ലേണിംഗ്. ജോർജി ലൊസാനോയുടെ ആണ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഓക്കെ, ഇഫ് യു ലൈക്ക് പ്ലീസ് ഷെയർ ആൻഡ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. പിന്നെ 2 ക്വസ്റ്റ്യൻസ് കമൻറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു, അതും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.